ഇപ്പോൾ പ്രൈസ് കമ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഈ കെയർഫോർ തന്നെയായിരിക്കും. കാരണം ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ്. ഓഫേഴ്സും എല്ലാം കൂടെ കഴിഞ്ഞ് ഇവിടെ ആയിരിക്കും ബെസ്റ്റ് പ്രൈസ്. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിനെ കാട്ടി പ്രൈസ് കുറഞ്ഞ് സാധാരണ ചെറിയ സൂപ്പർ മാർക്കറ്റും കൺവീനിയൻസ് സ്റ്റോഴ്സിലും കിട്ടില്ല. പിന്നെ സ്പാറിനും കാട്ടിയൊക്കെ വലുതാണ്, എല്ലാ ഐറ്റംസും കാണും. So let's go check how expensive Georgia is. So this is maybe one of the biggest supermarket ആണ്. നമുക്ക് റേറ്റ്സ് നോക്കി പോവാം. ഈ ഗ്ലാസും കണ്ടെയ്നറൊന്നും വേണ്ട, അതൊക്കെ എന്തായാലും നമ്മുടെ ആൾക്കാർ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. സോ ഫസ്റ്റ് തന്നെ ലേസ്. ഇതിവിടെ വന്ന് മിക്ക പിള്ളേരും കഴിക്കുന്ന സംഭവമായിരിക്കും. വലിയ ലേസാണ്, എയർ കുറവാണ്. ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് 3.5. സോ 100 രൂപ. ലേസിന് 100 രൂപയാണ്. എനിക്കത് കൂടുതലായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് പോക്ക് റിബ്സിൻ്റെ ഫ്ലേവറാണ്. ചോക്ലേറ്റ്സ് ഇതൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് റേറ്റ് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. എന്നാലും ഇത് കുഴപ്പമില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക. ഇതിന് 100 രൂപയാണ്. നാട്ടിലത്തെ 120 രൂപയാണ് ഇതിന് ഒരു പാക്കറ്റിന് വരുന്നത്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതാ പിന്നെ കള്ളിൻ്റെ ഒന്നും റേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊന്നും കള്ള് കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ കള്ളിൻ്റെ റേറ്റ് പറയുന്നില്ല കേട്ടോ. അല്ലേ, നമ്മുടെ പിള്ളേർ ആരും ഇവിടെ വന്ന് ഇതിനെ കുടിക്കില്ല. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് ഫെയറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പാത്രം കഴുകുന്നതാണ്. സോ ഇത്രയും വലിയ ബോട്ടിൽ, ദിസ് ഇസ് ലൈക്ക് അറൗണ്ട് 750 ml. അതിന് നാട്ടിലത്തെ ഏകദേശം 250 രൂപ വരും. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഇവിടുത്തെ റേറ്റ് നാട്ടിലത്തെ ഇതിപ്പോൾ 7 ആയില്ലേ. 220 രൂപ, 230 രൂപ. ഏത് സ്റ്റെയിൻ റിമൂവർ അല്ലേ, അത് നോക്കാം. ഇത് കുഴപ്പമില്ല. ഈ ഐറ്റത്തിൻ്റെ പ്രൈസ്. സോ ഇങ്ങനത്തെ ഒന്നും വലിയ റേറ്റ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ജോർജിയ വന്നു കഴിഞ്ഞാൽ നന്നായി പാത്രമൊക്കെ കഴുകാം. അതിനൊന്നും പേശിക്കണം. നാട്ടിൽ നിന്ന് വെം പൊക്കിക്കൊണ്ട് വരണ്ട. അതൊക്കെ കൊണ്ടുവരും. പിന്നെ പിള്ളേർ കൊണ്ടുവന്നേ അമ്മമാര് കൊടുത്തു വിടും, അത് ഉറപ്പാ. പിക്കിളും കൊണ്ടുവരും, വിമ്മും കൊണ്ടുവരും, തേങ്ങയും കൊണ്ടുവരും, എല്ലാം കൊണ്ടുവരും. തേങ്ങയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ അതും കൊണ്ടുവരും. മറ്റേ കൈ വെച്ച് ചുരണ്ടുന്ന ചരവ. ഇതിന് 3 എണ്ണത്തിന് 250 രൂപ. സ്കോച്ച് ബ്രൈറ്റ് 250 രൂപ. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോ അതേട്ടാ എല്ലാവരും. നാട്ടിൽ 30 രൂപയ്ക്ക് കിട്ടും ഒരെണ്ണത്തിന്. കൂടുതലാ. അപ്പൊ അത് ഇത് സ്കോച്ച് ബ്രൈറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. അങ്ങനെ ജോർജിയക്കാര് നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കണ്ട. ഭയങ്കര വില കൂടുതല കേട്ടാ. കൊതുക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു സമ്മേഴ്സിലൊക്കെ. കൊതുകിന്റെ റീഫിലിന് ഇതിന് 380 രൂപ. പ്രിയ, നാട്ടിലെ 70 രൂപ 100 രൂപയുടെ സാധനം 350 രൂപ. മറ്റേ ഗുഡ് നൈറ്റ് അതും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. ഭയങ്കര വില. റൂം സ്പ്രിംഗ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കും. നമ്മുടെ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ റൂമിൽ വേറെ സ്മെല്ല് വരാതിരിക്കാൻ. അതൊന്നും വലിയ റേറ്റ് ഇല്ല. ഞാൻ ജസ്റ്റ് എല്ലാം കാണിക്കുന്നേ ഉള്ളൂ, ഒരു റഫ് ഐഡിയ കിട്ടാൻ. ഇതൊരു 180 റുപ്പീസാണ് ഗ്ലേഡിൻ്റെ ഒക്കെ മറ്റേ റൂം സ്പ്രേ. വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ വാഷിംഗ് മെഷീനിന് ഇടേണ്ട സോപ്പ് പൊടിയൊക്കെ. ആൻഡ് ഇതൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പേഴ്സിൽ എന്നൊക്കെ പറയുന്നത്. ഇത് ജർമ്മൻ ടെക്നോളജി. ഇത് കുറച്ച് റേറ്റ് കൂടിയായിരിക്കും. ഇതിന് 700 രൂപയാണ്. ഐ തിങ്ക് സോ ഇറ്റ് ഇസ് ലൈക്ക് 1 ലിറ്റർ. വലുതിന് 1300. കൂടുതല. നാട് വെച്ച് നോക്കുമ്പോൾ ഏരിയലിനെ കാട്ടി കൂടുതൽ. ഏരിയലിൻ്റെ റേറ്റ് നോക്കട്ടെ. ഏരിയൽ സോപ്പ് പൊടി ഇത് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുന്നതാണോ എന്ന് അറിയില്ല. പക്ഷെ 3 kg 700 രൂപ. അത് ഏകദേശം നാട്ടിലെ സെയിം റേറ്റാ. വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റിയാണ്. അപ്പോൾ ഇതൊന്നും നോക്കിയില്ല. പിന്നെന്താ ഈ വെളിയിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഇത്രയും പൈസ ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും കേട്ടോ. ഇതിന് 9 കിലോയ്ക്ക് ആക്കൂടെ 350 രൂപ ഉള്ളൂ. സോ അങ്ങനത്തെ ഉണ്ട്. പക്ഷേ ഇത് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല ഈ സോപ്പ് പൊടിയൊക്കെ. ഞാൻ ഈ എക്സ്പെൻസീവ് നാടായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്താണെന്നറിയോ? എക്സാക്ട്ലി 6 years ബാക്ക് ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് വാസ് ഇപ്പോൾ കാണുന്നതിൻ്റെ 1/3 100 രൂപയുള്ള സാധനം 33-35 രൂപയായിരുന്നു. അത് ഇവിടെ ഉള്ളവർക്കറിയാം. അല്ലാതെ ഞാൻ കുറേ ടാക്സി ഡ്രൈവേഴ്സായിട്ട് സംസാരിച്ചു. അവരെല്ലാവരും പറഞ്ഞു. കാരണം പെട്രോളിൻ്റെ വില 1 ലാറിയിൽ നിന്ന് 3 ആയി. അപ്പോഴേക്കും ഏകദേശം എല്ലാ സാധനത്തിൻ്റെയും വില 3 ഇരട്ടിയായി. അപ്പം പണ്ട് ഇതൊക്കെ ഈ കാണുന്നതിൻ്റെ ഒരു 50 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 60% കുറവായിരുന്നു പ്രൈസ്. ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞതാണ്. ഇൻഫാക്ട് കുറേ ടൂറിസ്റ്റും ഇവിടെ വന്നവരും പറഞ്ഞിരുന്നു ഞങ്ങളെന്താ പോയപ്പോൾ ഇത്ര എക്സ്പെൻസീവ്, ഞങ്ങളൊന്നും പോയപ്പോൾ അത്ര റേറ്റ് ഇല്ലായിരുന്നു. സോ ദാറ്റ്സ് വൈ ജോർജിയ ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് നൗ. കുട്ടികളുടെ സാധനങ്ങൾ ഞാൻ കാണിക്കുന്നില്ല, കാരണം മിക്കവരും ഡോക്ടേഴ്സാണ് വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ നമ്മുടെ ഹിപ്പ് എന്നൊക്കെ പറഞ്ഞ് അതും ഗർബറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലത്തെ റേറ്റേ ഉള്ളൂ. ഒരു 150 രൂപ.
അതുപോലെ തന്നെ സെർലാക്ക് പോലത്തെ സംഭവത്തിനൊക്കെ ഒരു 1200 1300. ഇതെല്ലാം പക്ഷേ യൂറോപ്യൻ പ്രൊഡക്ട്സ് ആണ്, അതുകൊണ്ടാണ് കുറച്ച് ഇത്രയും റേറ്റ് വരുന്നത്. നെസ്ലയുടെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിന് സെർലാക്കൊക്കെ പോലത്തേന് ഏകദേശം 200-250 രൂപയുള്ളൂ. അതൊക്കെ നാട്ടിലത്തെ റേറ്റ് തന്നെ ഉള്ളൂ. കൊടുത്തോണ്ടിരുന്നതാ. ഇത് നമ്മൾ വെളിയിൽ നിന്ന് ദുബായിൽ നിന്ന് കാര്യങ്ങൾ വരണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരും, റേറ്റ് കുറവായതുകൊണ്ട്. ഫുൾ ഇതായിരുന്നു. നിങ്ങൾ കുട്ടികളുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഓബിയസ്ലി യു മൈറ്റ് വോണ്ട് ടു ഗിവ് ഫ്രഷ് ഫുഡ്, പക്ഷെ അത് നടക്കില്ല. സോ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ കൊടുക്കുന്നതാണ്. അവർക്ക് വയറ്റിനും അസുഖം വരില്ല, നമുക്കും സേഫായിട്ട് അവർക്കൊരു ഫുൾ മീലായിട്ട് കൊടുക്കാം. റെഗുലർലി റെക്കമെൻഡ് ചെയ്യില്ല, ട്രാവൽ ചെയ്യുമ്പോൾ നല്ല സാധനമാണ് ഇത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ പോയത് പാമ്പേഴ്സിനാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം മിനിമം എനിക്ക് തോന്നുന്നു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ അടുത്ത് പോയിട്ടുണ്ട്. ഒരു വർഷം മിനിമം. നമ്മൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നതല്ലേ. കാരണം ഞാൻ ഓർമ്മയുണ്ട് ഒരു ഏതോ അതുകൊണ്ട് ഒരു ദിവസം 5-6 എണ്ണം വെച്ച് 7 എണ്ണം വെച്ച് മാറ്റും. എല്ലാ 2 hours മാറ്റും. ഭയങ്കര റേറ്റ് ആയിരുന്നു. ഓഫർ ഉണ്ടെങ്കിൽ ഈ വലിയ പേസ്റ്റ് ഇത് എനിക്കൊന്ന് 100-200 ഗ്രാം വല്ലതും ആണെന്ന് തോന്നുന്നു, 120 ഗ്രാം. അതിന് 275 രൂപ പേസ്റ്റ്. അതും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഓക്കെയാണ് കേട്ടോ. ലൈക്ക് നാട് വെച്ച് നോക്കുമ്പോഴും വലിയ കോസ്റ്റ് ഒന്നും എനിക്കിവിടെ ഇതിനൊന്നും തോന്നിയിട്ടില്ല. നമുക്കിതൊന്നും പിന്നെ ഓക്കെ എപ്പോഴും വേണ്ട സാധനം അല്ലല്ലോ. ഇതൊക്കെ എല്ലാം ഒരു 300-200 റേറ്റ് ഉള്ളൂ സെൻസഡൈനൊക്കെ. ആൻഡ് വില കുറഞ്ഞ പേസ്റ്റുകളും ഉണ്ട്. നമുക്ക് ഫുഡിനാണ് ചെക്ക് ചെയ്യേണ്ടത്, അതായിരിക്കുമല്ലോ ഭയങ്കരമായിട്ട് കോസ്റ്റ് വരുന്നത്. ഷാമ്പൂവും കണ്ടീഷണർ ഗാർണിയറൊക്കെയാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഒരു 200 രൂപ കൂടുതലല്ലോ. എന്താ അതെങ്ങനെയാ? ഗാർണിയറൊക്കെയോ? എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു 200 റേറ്റ് ആണ് വരുന്നത്. ഓഫർ ഉണ്ടെങ്കിൽ ഒരു 180 ഒക്കെ കിട്ടും. കുഴപ്പമില്ല. അപ്പൊ അതൊന്നും വലിയ റേറ്റ് ഇല്ല. ഇല്ല, അതെ. യൂറോപ്പ് പോലെയൊന്നും എക്സ്പെൻസീവ് ഒന്നും അല്ല. ഓവറോൾ ബ്രാൻഡ്സ് നോക്കിയാലും എല്ലാം ജോർജിയയിലൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല. സോ എല്ലാ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ ക്വാളിറ്റി വിൽ ബി എനിവേ ബെറ്റർ. പക്ഷെ നാട്ടിലത്തെ കാട്ടി റേറ്റ് ഒരുപാട് കൂടുതലും അല്ല. ഇതുപോലത്തെ ക്ലീനിങ് കോട്ടൺ പാഡ്സിന് ഒരു 120 രൂപ. കോട്ടൺ പാഡിന് എന്ത് ബഡ് പ്രിയ. എനിക്കത് കാണുമ്പോൾ ഈ മറ്റേ ജഗതി ശ്രീകുമാറിന് ഓർമ്മ വരും. ഈ ചെവിയിൽ ഇങ്ങനെ ഇടുന്നതാണ്. ഞാൻ ഇടാറില്ല. അത് വേണ്ട, മറ്റേ ബോക്സ് പോലത്തെ എടുക്ക്, അത് കൊണ്ടുപോകാൻ പാടാ. കോട്ടൺ ഇത് പോരെ ഇങ്ങനത്തെ? അല്ല, കോട്ടൺ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതെനിക്കൊന്ന് കോൺ ഓയിലാന്ന് തോന്നുന്നു. ഇതിനൊക്കെ 1 ലിറ്ററിന് ഏകദേശം 350 രൂപ. കുറച്ച് കൂടുതലാണ്. കോൺസീഡ് ഓയിലാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് തോന്നുന്നു. പിന്നെ സൺഫ്ലവർ ഓയിലിന് വില കുറവാണല്ലോ. 120 രൂപയേ ഉള്ളൂ 1 ലിറ്റർ. അത് കുറവാ. ജോർജിയ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിക്കാം, പ്രൈസും കുറവായിരിക്കും. നൂഡിൽസിന് 30 രൂപയൊക്കെ ഉള്ളൂ. അതും നമ്മുടെ നാട്ടിലത്തെ റേറ്റ്. കപ്പ് നൂഡിൽസ് ആണെങ്കിലും. പക്ഷേ നൂഡിൽസ് ഒന്നും വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ എല്ലാം. ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഏഷ്യൻ കൺട്രീസിന് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന സംഭവമാണ് നൂഡിൽസ്. ഇതിന് കുറച്ച് കൂടുതലാണ്, 70 രൂപ ഒരു പാക്കറ്റിൽ നിന്ന്. നല്ല ഓക്കെയാണ്, ഓവറോൾ ഓക്കെയാണ് റേറ്റ്സ് ഒക്കെ. ഇതുവരെ കണ്ടില്ലേ. നാട്ടിൽ ഉപ്പ് 1 കിലോയ്ക്ക് 30 രൂപ കണ്ട. ഇവിടെ 200 ഗ്രാമിന് 60 രൂപ. ഉപ്പിന് ഭയങ്കര വില. അതെന്താവോ? ഇവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. അതുകൊണ്ടായിരിക്കും ഏറ്റവും ഡിമാൻഡുള്ള സാധനം ആയതുകൊണ്ടായിരിക്കും ഇത്രയും വില. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ കഴിക്കും. ഉപ്പും ക്രിയാറ്റിനായിട്ട് പ്രശ്നമൊന്നുമില്ല. BP അതല്ല എല്ലാരും ഇവിടെ ദേശക്കാര്. എന്ത്? അയ്യോ, ദേഷ്യമില്ലാത്ത മുഖം നോക്കട്ടെ. ഉപ്പും കൂടെ കഴിച്ചാൽ ഭദ്രകാളിയായിരിക്കും. ഉപ്പ് കഴിക്കാതെ തന്നെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യം. അതെന്താ മുളക് പൊടിക്ക് 70 രൂപ. നാട്ടിലത്തൊക്കെ തന്നെ. പെപ്പറിന് 120 രൂപ ചെറിയ 100 ഗ്രാമിന്. ഓക്കെ, കൂടുതലാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു കാര്യം, വെള്ളത്തിൻ്റെ പ്രൈസ് കാണിക്കാത്തത്. വെള്ളം നമുക്ക് ടാപ്പ് വാട്ടർ ഇവിടെ കുടിക്കാം. സോ തിളപ്പിച്ച് കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം. ഞാൻ നേരിട്ടാണ് കുടിക്കുന്നത്. സോ അതിൻ്റെ പ്രൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം അല്ലെങ്കിൽ ഭയങ്കര വെറുതെ എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കും. സിംഗിൾസിൻ്റെ വലുതിന് ഏകദേശം 280 റുപ്പീസ് വരുന്നുണ്ട്. അത് കുറച്ച് കൂടുതലാണ്. നാട്ടിലെനിക്ക് ഒന്ന് 100 രൂപയാണ്. ചെറുതിന് അതുപോലെ തന്നെ ഒരു 140 റുപ്പീസൊക്കെ വരുന്നുണ്ട്. പാക്കറ്റ് ചിപ്സ്, ലേസ് പോലത്തെ ലേസിൻ്റെ തന്നെ നമുക്ക് നോക്കാം.
ലേസിൻ്റെ പാക്കറ്റ് ചിപ്സിന് ദാറ്റ്സ് ഓൾസോ എക്സ്പെൻസീവ്. വലിയ പാക്കറ്റാണ്. 117 ഗ്രാമിൻ്റെ സാധനത്തിന് 120 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ചിപ്സും എക്സ്പെൻസീവ് ആണ്. ഇങ്ങനത്തെ ഇനിയിപ്പോൾ ജങ്ക് ഫുഡ് ടാക്സ് വല്ല ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാം അതാണ് 120 രൂപയാണ്. പക്ഷെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. റേറ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ എൻ്റെ ഒറ്റ ഒരു ഫേവറേറ്റ് ചോക്ലേറ്റ് ഡെയിലി കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ആണ് സ്നീക്കേഴ്സ്. അതിൻ്റെ ചെറുതിന് ഓൾമോസ്റ്റ് 65 റുപ്പീസാണ് വരുന്നത് സ്നീക്കേഴ്സിന്. സോ എല്ലാം ആ ഒരു റേറ്റാണ് വരുന്നത്. ചോക്ലേറ്റ്സ് എല്ലാം നാട്ടിലേയും കാട്ടി കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ചോക്ലേറ്റ്സ് ആർ അമേസിങ് ഇൻ ജോർജിയ. ചായപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. ഇവിടെ പൊടിയായിട്ട് കിട്ടാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അത് ഇന്ത്യൻ സ്റ്റോഴ്സിലേ കിട്ടുള്ളൂ. കോഫി പൗഡറിൻ്റെ റേറ്റ് എപ്പോൾ നോക്കി പറയാം. ഇതൊക്കെ സാഷേസ് ആണ്. ഇത് നമ്മുടെ ആൾക്കാർ അങ്ങനെ കുടിക്കാറില്ലല്ലോ. അന്ന് എപ്പോഴും കഴിക്കുന്ന സാധനം റൈസിൻ്റെ ഞാൻ വാങ്ങി കൊടുത്തയച്ചായിരുന്നു. 3 വാങ്ങി കൊടുത്തയച്ചു. എന്നാ വാങ്ങ. എന്തൊരു അഡിക്ഷൻ ആയിരുന്നു അല്ലേ? ആ പൊരി കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ജാംസ് ആണ്. ജാംസ് ഹോം മെയ്ഡ് ജാംസ്. ഹണി ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഹണിയാണ്. ഒരു 1/2 കിലോന് ഇത് 1 കിലോൻ്റെ ആയിരിക്കും. 1 കിലോൻ്റെ ഏറ്റവും നല്ല സാധനം ഒരു മീഡിയം സാധനത്തിനൊക്കെ ഒരു 700 റുപ്പീസ് വരും. ജാംസിനാണെങ്കിൽ ഒരു 650 ഗ്രാംസിനൊക്കെ ഒരു 300 രൂപ. ജാംസ് ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആട്ടാ. ആൻഡ് ബ്രെഡ് കാണണ്ടേ? ബ്രെഡ് ഭയങ്കര വില കുറവാണ് ഇവിടെ. ആ വലിയ പാക്കറ്റിന് 30 രൂപ. ആ ഉപ്പിന് ഭയങ്കര വിലയും ബ്രെഡിന് ഭയങ്കര വില കുറവും. കിറ്റ്കാറ്റിന്റെ സീരിയൽ പ്രിയ. കിറ്റ്കാറ്റിന്റെ കോൺഫ്ലേക്സ് 350 രൂപ. നെസ്ക്വിക്കൊക്കെ അറിയാം. കിറ്റ്കാറ്റിന്റെ ആദ്യമായിട്ടാണ് കാണുന്നത്. നെസ്കഫെ ക്ലാസിക് 700 രൂപ. ദാറ്റ്സ് ഓക്കെ. ഇത് വലുതിനാണ്. ഏറ്റവും ചെറുതിന് 300 ഇല്ല, ഒരു 250 രൂപ 200 രൂപയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ. ചെറിയ ഇതിന് ഏകദേശം 50 ഗ്രാമാണെന്ന് തോന്നുന്നു. 50 ഗ്രാമിൻ്റെനാണ് ഈ ഒരു റേറ്റ് വരുന്നത്. നെസ്കഫെ ബ്രൂ ഒന്നും കിട്ടില്ല കേട്ടാ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രൂ കുടിക്കുന്നവരും നെസ്കഫയിലേക്ക് മാറുക. നാട്ടിൽ നിന്ന് ബ്രൂ ഫിൽറ്റർ കോഫി വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കുക്കീസ്. ഒറിയോയ്ക്കൊക്കെ ഇത് എത്ര ഗ്രാം ആവോ? എനിക്കൊന്ന് 100 ഗ്രാമാന്ന് തോന്നുന്നു. 100 ഗ്രാമോ 6 എണ്ണം കണ്ടുണ്ട്. 6 പാക്കറ്റ്. ഒറിയോയ്ക്കൊക്കെ വലിയ റേറ്റ് ഒന്നും ഇല്ല. ഇതൊക്കെ 150ൻ്റെ താഴെ വരുന്നുള്ളൂ ഒറിയോ. ആൻഡ് മിക്കയുടെ റേറ്റ് ഞാൻ കാണിച്ചു. പിന്നെ സാധാരണ കുക്കീസൊക്കെ ഇത് നമ്മുടെ ചോക്കോ പൈ പോലത്തെ സാധനങ്ങൾ അതൊക്കെ ഒരു 150. എനിക്ക് ഇതുവരെ കണ്ണിച്ചയിൽ ഉപ്പിന് മാത്രമേ റേറ്റ് കൂടിയിട്ടുള്ളൂ. വലിയ ചോക്കോ പൈക്ക് 300 രൂപ. ഇതിന് ഓഫറുണ്ട്. ഈ ചോക്കോ പൈക്ക് ലോട്ടയുടെ ഇതിനൊക്കെ 200 റുപ്പീസേ ഉള്ളൂ. സോ കുക്കീസും എല്ലാം റേറ്റ് ഓക്കെയാണ്. ക്രോസോൺസ് ഒക്കെ ഭയങ്കര ചീപ്പാണ്. ഇതിൻ്റെ ചെറിയ മിനി ക്രോസോൺ ഉണ്ട്. അതിനൊക്കെ ഭയങ്കര കുറവാണ്. ഇതിന് ആ കൂടെ 120 റുപ്പീസേ ഉള്ളൂ. നല്ല ടേസ്റ്റായി മിനി ക്രോസോൺസ് ഒക്കെ. ചീപ്പാണ്. ലിപ്റ്റൻ്റെ ഐസ് ടീ ഒക്കെ ഒരു 80 റുപ്പീസൊക്കെ ഉള്ളൂ. പല ഫ്ലേവേഴ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ ലിപ്റ്റൻ്റെ ഗ്രീൻ ഐസ് ടീ, അതുപോലെ സാധാരണ ലെമൺ ഐസ് ടീ എല്ലാം റേറ്റേ ഉള്ളൂ. ആൽക്കഹോൾ എല്ലായിടത്തും വിൽക്കും. ജ്യൂസിൻ്റെ സെക്ഷനിൽ വരെ ആൽക്കഹോൾ ഉണ്ട്. അല്ലാതെ വൈനിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട്. കൊക്കക്കോള പെപ്സി ദാറ്റ് ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു ഇന്ത്യ. ഇതിന് 300 ml പെപ്സിക്ക് ഏകദേശം ഒരു 65 രൂപ വരുന്നുണ്ട്. സോ നാട്ടിലേം കാട്ടി ഒരു 20-30 രൂപ കൂടുതലാണ് ഈ ചെറിയ പ്രോഡക്റ്റിന്. സാധാരണ 7-Upനും ആ റേറ്റൊക്കെ തന്നെയാണ് വരുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങൾ റേറ്റ് കൂടുതലാണ്. പക്ഷേ വലുതെടുത്ത് കഴിഞ്ഞാൽ റേറ്റ് കുറവാന്ന് തോന്നുന്നു. ഈ കൊക്കക്കോള ഇത് എത്രയാണ്? 1 ലിറ്ററാണ്. 1 ലിറ്ററിന് 70 രൂപയേ ഉള്ളൂ കൊക്കക്കോളയ്ക്ക്. സോ കോക്ക് ഓക്കെ. ചെറിയ ടിന്നിനാണ് റേറ്റ് കൂടുതൽ. പക്ഷേ ഇതുണ്ടല്ലോ വേറെ ഗ്രോസറി സ്റ്റോറ് ചെറിയ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ ഇഷ്ടമുള്ള പ്രൈസിങ്ങിന് അവർ വിൽക്കാറുണ്ട്. ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ്സിലാണ് ഏറ്റവും റേറ്റ് കുറവ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെ പോയാലും നാട്ടിലിപ്പോൾ എവിടെ പോയി വാങ്ങിയാലും ഒരേ റേറ്റ് ആണല്ലോ. ചെറിയ പെട്ടിക്കടയിൽ പോയാലും MRP എന്ന് പറഞ്ഞ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയല്ല. ഈ സൂപ്പർ മാർക്കറ്റ്സിലെ റേറ്റ് വേറെ, ചെറിയ കടകളിലൊക്കെ വേറെ റേറ്റ് ആണ്. പാലിന് ഇത് പാല് തന്നെയാണെന്നാണ് തോന്നുന്നത്. പാലിന് 1 ലിറ്ററിന് ഏകദേശം 180 റുപ്പീസ്. എന്താ ഇത് കറക്റ്റ് പാലിന് ആണാവോ? 170 റുപ്പീസ് 160 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നാട്ടിൽ 50 രൂപയല്ലേ വരുന്നത് 1 ലിറ്ററിന്, അല്ലെങ്കിൽ 60 രൂപ, മാക്സിമം 70 രൂപ. ഇത് പാലിവിടെ കുടിക്കണം, സൂക്ഷിച്ച് വേണം കേട്ടോ. പാലുണ്ടല്ലോ നാട്ടിലത്തെ കാട്ടി ഡബിളാണ്. നാട്ടിൽ 60 രൂപ വരുന്നത് മറ്റേ 1 ലിറ്ററിൻ്റെ നന്ദിനിയുടെ ടെട്രാ പാക്ക്. ഇവിടെ 150. ഇനി അതും കാണും. തേങ്ങയുടെ റേറ്റ് ഒന്ന് നോക്കണം, വെയിറ്റ് ചെയ്യാൻ. ഇത് ചിക്കൻ്റെ പ്രൈസ് 1 കിലോയ്ക്കാണ് തോന്നുന്നത് 300 രൂപയാണ്. നാട്ടിൽ ഞാൻ വാങ്ങുന്നതെന്ന് ഏകദേശം 250 ഒക്കെ ഉണ്ട് സുഗുണയുടെ. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റിലുള്ള ചിക്കനാണ് ഇവിടെ വരുന്നത്.
ഫുൾ ചിക്കനായിട്ട് ഞാൻ കണ്ടില്ല. ഇങ്ങനത്തെ ചിക്കനൊക്കെ ഏകദേശം എല്ലാം ഒരു 300 രൂപയുടെ അടുത്താണ് വരുന്നത്, 330 രൂപയുടെ അടുത്താണ് വരുന്നത് കോഴിയുടെ റേറ്റ്. കുറച്ച് മേ ബി ഒരു 20-30% കൂടുതലാണ് കമ്പയർഡ് ടു സുഗുണ എന്നുള്ള അങ്ങനത്തെ ചിക്കൻ വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ച് ജീവിക്കാൻ റെഡി ആണെങ്കിൽ വളരെ റേറ്റ് കുറവായിരിക്കും. മാൻഡറിനൊക്കെ വെള്ളം കുറവ്, പക്ഷെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ. ഓറഞ്ചിന് 1 കിലോയ്ക്ക് 30 രൂപയുള്ളൂ. അത് ഭയങ്കര കുറവാണല്ലോ. നിങ്ങളുടെ റേറ്റ് അറിയില്ല, നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാൻ. പിന്നെ നാട്ടിലെ തേങ്ങ 1 കിലോയ്ക്ക് എത്ര തേങ്ങ ആണെന്ന് പോലും എനിക്കറിയില്ല. 1 കിലോയ്ക്ക് 350 രൂപ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. 1 കിലോയ്ക്ക് 350. എനിക്ക് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാൻ അറിയില്ല. അതാരെങ്കിലും കമൻറ്റ് ചെയ്യും. ആപ്പിളിന് റേറ്റ് കുറവാണ്, ഫ്രൂട്ട്സിനൊക്കെ റേറ്റ് കുറവ്. നല്ല കിഡിലൻ ആപ്പിൾ 1 കിലോയ്ക്ക് 120 രൂപയുള്ളൂ. നാട്ടിലെങ്കിൽ 300 രൂപയെങ്കിലും വരും ഇങ്ങനത്തെ ആപ്പിളൊക്കെ. ഫ്രൂട്ട്സ് കഴിച്ച് ജീവിച്ചാൽ ഭയങ്കര ചീപ്പാണ് ഇവിടെ, ഹെൽത്തിയാണ്. ഇവിടെ ഇഷ്ടം മാതിരി ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് ക്യാബേജ് കിലോയ്ക്ക് 70 രൂപയാണ്. പിന്നെ ലെറ്റ്യൂസിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, ഒരു 100 രൂപ വരും. പിന്നെ ബ്രോക്കോളിക്ക് റേറ്റ് ഭയങ്കര കൂടുതലാണ്, 700 രൂപ കിലോ വരുന്നത്. ബ്രോക്കോളിക്ക് 700 രൂപ. ക്യാരറ്റിന് വെറും 30 രൂപ 1 കിലോ. വെറുതെ ക്യാരറ്റും ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാത്തിനും വില കുറവാട്ടോ പച്ചക്കറിക്ക്. ബീട്രൂട്ട്, പ്രിയയുടെ ഫേവറേറ്റ് സാധനത്തിന് 30 രൂപയുള്ളൂ കിലോ. ക്യാരറ്റും ഇഷ്ടമാണ്. സവാള, നല്ല കിടിലൻ വലിയ സവാളയ്ക്ക് ഇവിടെ ഒരു 120 രൂപ കിലോ. അതിടയ്ക്ക് നാട്ടിൽ 100 രൂപ വരെ വരാനുണ്ടല്ലോ. 120, അത് കുറച്ച് കൂടുതലാണ്. നാട്ടിൽ ചിലപ്പോൾ 30-40 രൂപയ്ക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. സാധാരണ അണിയനുണ്ട്, അതിനാകെ കൂടെ 35 രൂപയൊക്കെ ഉള്ളൂ. പൊട്ടാറ്റോ 20 രൂപ 22 രൂപയേ ഉള്ളൂ കിലോ. അതില്ല. ഇപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, റേറ്റ് കുറവാണ്. ക്യാപ്സിക്കത്തിൻ്റെ ബഗ്ഗി നോക്ക്. ക്യാപ്സിക്കത്തിന് 120 രൂപ ഗ്രീൻ ക്യാപ്സിക്കം. അതുപോലെ തന്നെ റെഡ് പെപ്പേഴ്സിൻ്റെ റേറ്റ് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. ബൾഗേറിയൻ ഇമ്പോർട്ടാണ് കണ്ട. ഇതിന് ഒരു 200 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് റെഡ് ക്യാപ്സിക്കം. സോ ഏകദേശം ഫ്രൂട്ട്സിൻ്റെ റേറ്റ്സ് ഒക്കെ കിട്ടിക്കാണുമല്ലോ. വെജിറ്റബിളിൻ്റെ റേറ്റ്സ് പറഞ്ഞു കാണും. ഇതൊക്കെ ഭംഗി നോക്ക്. ഫോട്ടോഷൂട്ട് കിടക്കാം, മോഡൽ പോലെയുണ്ട്. ലൈറ്റപ്പ് ഒന്നും വേണ്ട, വെറുതെ ഒരു തക്കാളി വെച്ച് ഫോട്ടോഷൂട്ട് നടത്തിയാൽ തന്നെ ഇതെല്ലാവരും വാങ്ങും. ഇത് ടർക്കിന്നാണ് വരുന്നത്. എല്ലാം ഇമ്പോർട്ടഡ് ആണ് ഇവിടെ കൂടുതലും. ഇതിന് ഏകദേശം 150 രൂപ തക്കാളി ഇമ്പോർട്ടഡ്. ബ്രെഡിന് അതിപ്പോൾ കാണുന്നില്ല, കഴിഞ്ഞതാണ്. സാധാരണ നമ്മുടെ ഇവിടെ ഒരു ഫ്രഷ്ലി മെയ്ഡ് ബ്രെഡ് കാണും, പലക പോലെ ഇരിക്കും, മൈക്രോവേവ് വെച്ച് കുറച്ച് സോഫ്റ്റ് ആവും. ഒരു ലാറിയാണ് 30 രൂപ. അല്ലാതെ നമ്മുടെ മറ്റേ സാധാരണ ബേക്കറി ബ്രെഡ്, നമ്മുടെ മറ്റേ ലൈറ്റ് അങ്ങനത്തെ ബ്രെഡ് ഇല്ലേ, മോഡേൺ, അങ്ങനത്തെ ബ്രെഡ് ഇവിടെ അധികം ഞാൻ കണ്ടിട്ടേ ഇല്ല. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡിസേർട്ട്സും സംഭവങ്ങളൊക്കെ കിട്ടും. ഓൺ ആൻ ആവറേജ് ഒരു 120 to 150 ആണ് ഈ ഡിസേർട്ട്സിൻ്റെ ഒക്കെ കോസ്റ്റ് വരുന്നത്, നമ്മുടെ ലുലുവിലൊക്കെ കാണുന്ന പോലെ. രാത്രി വീട്ടിൽ പോയി ബിരിയാണി കഴിക്കാമല്ലോ ഇന്ന്. ടീരാമിസുവാ, നൈസ്. എടുത്തോ. മാച്ചിയായിരിക്കും ചിലപ്പോ. പിസ്താഷ്യോ, ഓ വാവ്. അല്ല, മധുരം, എല്ലാം മധുരമായിരിക്കും. ഒരെണ്ണം എടുത്താൽ മതി. ചോക്ലേറ്റ് പുഡിംഗ് കൊടുക്കാം. ഇതൊക്കെ ഒരു 120 റുപ്പീസ് വെച്ചേ വരുന്നുള്ളൂ. വിത്ത് സ്പൂണാണ് വരുന്നത്. കൊള്ളാലോ, എടുത്ത്. വലിയ സ്ട്രോബെറിക്ക് വരെ 90 റുപ്പീസേ ഉള്ളൂ. അമ്മോ, ചെമ്മീൻ്റെ വില ഉണ്ടോ? 1 കിലോയ്ക്ക് ഏകദേശം 2400 രൂപ. ഫിഷ് നല്ല ചെമ്മീൻ. കാർത്തിയാനി പോണം, കാർത്തിയാനി പോയി ഫസ്റ്റ് മീൽ അടിക്കാം. ഓ വാ, ചെമ്മീൻ അടുക്കണ്ട കേട്ടോ, റേറ്റ് ഒന്നും കാണാൻ വയ്യ. ഇത് ട്രൗട്ടാണ്, എനിക്കറിയില്ല എൻ്റെ ഇംഗ്ലീഷ്. സാൽമൺ, ഇതൊന്നും വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റില്ല. ഫില്ലറ്റ്, അത് സ്ക്വിഡാ. സ്ക്വിഡിന് 2400 രൂപ 1 കിലോ. ഓ, നാട്ടിലൊരു 700-600 രൂപയ്ക്ക് കിട്ടും 1 കിലോ. ഒന്ന് പൊയ്ക്കാ വേദുവിന്റെ പുതിയ സ്കിന്നൊന്നും ആർക്കും കാണണ്ട ഇവിടെ. ഏകദേശം എല്ലാത്തിനും റേറ്റ് പറഞ്ഞു. ചിക്കന്റെ റേറ്റ് ഞാൻ പറഞ്ഞു. നാട്ടിൽ ഏകദേശം സേവാ. ഇല്ല, പക്ഷെ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് ആ പ്രോഡക്ട്സ് കാണുമ്പോഴും മിൽക്ക് കാണുമ്പോഴും ബിസ്ക്കറ്റും എല്ലാത്തിനും ബെറ്റർ ക്വാളിറ്റിയാണ്. അത്രയൊന്നും ഇല്ല, ഒരു 20%, ചിലത് 20% കുറവാണ്. സോ എനിക്കൊന്ന് ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷ് അവോയ്ഡ് ചെയ്യുക, ഉപ്പ് അവോയ്ഡ് ചെയ്യുക. ഉപ്പ് വാങ്ങേണ്ടി വരില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും ഉപ്പ് കാണും. പിന്നെ ബാക്കി എല്ലാം ഓക്കെ. പാല് ഭയങ്കര റേറ്റാ. 1 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒരു 3-4 മാസത്തേക്ക് കാണും. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ജോർജിയയിൽ വരുന്ന ടൂറിസ്റ്റിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കാണും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്തത്. എന്തായാലും ഇനി വരാനുള്ളവർക്ക് സോ നിങ്ങൾക്ക് ഒരു റെഫറൻസ് കാണുമല്ലോ എങ്ങനെയായിരിക്കും ഇതിന്റെ സാധനങ്ങൾ എന്നൊക്കെ.
ആൻഡ് ഒരു ആവറേജ് റെൻറ്റ് ഒരു 15,000 വെച്ചാൽ മതി, എല്ലാ യൂട്ടിലിറ്റീസ് ഉൾപ്പെടെ ഷെയറിംഗിൽ. ഒരു റൂമിൽ 2 പേർ ഷെയറിംഗ് 15,000. സോ അതും ഈ റേറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റേറ്റ്സ് അറിയാൻ പറ്റും. അതിൻ്റെ കൂടെ കോളേജ് ഫീസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജാണ്. ഞാൻ 2-3 കോളേജസിൽ അന്വേഷിച്ചു. ഒരു ആവറേജ് ഒരു 6,000 USD ആണ് ഒരു വർഷം വരുന്നത്, ജസ്റ്റ് കോളേജ് ഫീസ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് അങ്ങനെ വേറെ ഒന്നും വരാറില്ല എന്നാണ് ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞത്. സോ 6,000 അത് ഡോളേഴ്സ്, പിന്നെ 15,000 റുപ്പീസ് പെർ മന്ത് ഒരു അക്കോമഡേഷൻ ആൻഡ് ബാക്കിയുള്ള എക്സ്പെൻസ്. ട്രാൻസ്പോർട്ട് ഇസ് വെരി ചീപ്പ്. ഒരു ലാറിയും കാണ്ടേ ഉള്ളൂ, അതിൽ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 50 പൈസ. നാട്ടിലത്തെ ഒരു 15 രൂപയും കാണ്ടേ ഉള്ളൂ, അൺലിമിറ്റഡ് ട്രാവലും കാണ്ട്. സോ ട്രാൻസ്പോർട്ട് കോസ്റ്റ് നോക്കണ്ട. പിന്നെ ഉള്ളത് ഈ കാണുന്ന എക്സ്പെൻസ്, അത് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര വേണ്ടി വരുന്നത്. സോ ഏകദേശം ഒരു റഫ് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ജോർജിയയിലെ ഒരു സ്റ്റുഡൻറ്റിന് എത്ര വേണ്ടി വരും എന്നുള്ളത്. നിങ്ങൾ ജോർജിയയിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഐ തിങ്ക്സ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. ആൻഡ് ജോർജിയ വരുന്ന ടൂറിസ്റ്റിനും ഒരു റഫ് ഐഡിയ കിട്ടാനായിട്ട്. ബട്ട് റിമെമ്പർ, ഇറ്റ് വാസ് സോ മച്ച് മോർ ചീപ്പർ ദാൻ ദിസ്. ഇറ്റ് വാസ് സോ മച്ച് മോർ ചീപ്പർ. ഇപ്പോഴാണ് സാധനങ്ങൾക്കൊക്കെ ഇത്രയും വില കൂടിയത്. പാലിൻ്റെ റേറ്റ് ഞാൻ വീണ്ടും നോക്കിയതാണ്, കൂടിയിട്ടുണ്ട് കേട്ടോ. ആ റേറ്റ് തന്നെയാണ്, 180 രൂപ വരും ഒരു ലിറ്ററിന് പാല്. സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വ്ളോഗ്. ആൻഡ് നാളെ നമ്മുടെ ഫൈനൽ ഡേ ആയിരിക്കും. തൈരിന് 70 രൂപ, അതും നാട്ടിലത്തെ പാക്കറ്റ് തൈര് പോലെ. ഇതുപോലത്തെ പാക്കറ്റ് തൈരിനൊക്കെ 70 രൂപ, 75 രൂപ വരുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ ഓക്കെ. നാട്ടിലൊരു 50 രൂപയ്ക്കൊക്കെ വരുന്ന സാധനമാണ്. സാധനം എല്ലാം യൂറോപ്പിൽ നിന്നും ടർക്കിയിൽ നിന്നും അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെയാണ് വരുന്നത്. സോ ക്വാളിറ്റി വിൽ ബി അഷ്വേർഡ് ആയിരിക്കും. സോ എന്തായാലും ഐ എം ഷുവർ ദിസ് വ്ളോഗ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇനി വേറെ ഒരു നല്ലൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് വ്ളോഗായിട്ട് കാണാം. താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് അസ്. തേങ്ങയുടെ വില നാട്ടിലത്തെ 1 കിലോയ്ക്ക് കമ്പയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആൻഡ് 1 കിലോ തേങ്ങയ്ക്ക് എത്ര തേങ്ങ കിട്ടുമെന്നും കൂടെ ഒന്ന് പറയണം. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.